ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഇലക്ഷനിന് വേണ്ടി നാട്ടിൽ പോയപ്പോൾ ഒരു സുഹൃത്ത് കൈപിടിച്ചുകൊണ്ട് ഒരു വിഷമം പറയുകയാണ്. റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിൽ അന്ന് മരിച്ചു പോയാൽ നന്നായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ആ ദിനങ്ങളിൽ അത്രക്കും ധൈര്യമായിരുന്നു, റബ്ബിലേക്ക് കൂടുതൽ അടുത്തിരുന്ന ദിനങ്ങളാണ്, തിന്മകളിൽ നിന്ന് മാറി നിന്ന ദിനങ്ങളായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് നല്ല പേടിയുണ്ട്, റബ്ബിൽ നിന്ന് വല്ലാണ്ട് അകന്ന പോലെ തോന്നുന്നുണ്ട് എന്നാണ് ആ സഹോദരൻ കൈപിടിച്ചുകൊണ്ട് പറയുന്നത്. നമ്മിൽ പലർക്കുമുള്ള ഒരു വേവലാതിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തോട് ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം ഉണർത്തുകയുണ്ടായി. ഹൻദല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് പോയി നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖായിരിക്കുന്നു എന്ന് സ്വയം വിളിച്ച് കരയുന്നൊരവസ്ഥ. കാരണം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, അങ്ങയുടെ മുമ്പിൽ ഇരുന്നാൽ സ്വർഗവും നരകവും മുന്നിൽ കാണുന്നത് പോലെ നമ്മൾക്ക് തോന്നും. ഈമാനിൻ്റെ ഉത്തുംഗത പദവിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. എന്നാൽ കുടുംബത്തിലേക്ക് ചെന്നാൽ, കച്ചവടത്തിലേക്ക് ഇറങ്ങിയാൽ ആ ഒരു ഈമാനിക ചൈതന്യം നമ്മളിൽ ഇല്ല റസൂലേ. അതുകൊണ്ട് ഞാൻ മുനാഫിഖാണോ എന്ന് എനിക്ക് സംശയമാണ് റസൂലേ എന്ന് ഹൻദല റളിയല്ലാഹു അൻഹു വേവലാതിപ്പെടുകയാണ്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻദലയെ ആശ്വസിപ്പിക്കുകയാണ്. ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി ദിക്രി ലസാഫഹത്കുമുൽ മലായിക അലാ ഫുറുഷികും വഫി തുറുഖികും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സദസ്സിൽ നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഈമാൻ നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു എങ്കിൽ മലായിക്കത്തുകൾ നിങ്ങൾക്ക് വന്ന് കൈ തന്നേനെന്നാണ്, മുസാഫഹത്ത് തന്നേനെന്നാണ്. അങ്ങനെ ഉണ്ടാവുകയില്ല ഹൻദല. വലാകിൻ യാ ഹൻദല സാഅതൻ വസാഅ, ഓരോ സന്ദർഭങ്ങളിലും ഈമാനിന് ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഹൻദല. അതുകൊണ്ട് നീ വേജാറാകേണ്ട ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് കഴിവിൻ്റെ പരമാവധി അടുക്കുക, അള്ളാഹുവിലേക്ക് കഴിവിൻ്റെ പരമാവധി അടുക്കുക, തിന്മകളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കുക, കൂടുതലായി അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുക, തൗബ ചെയ്ത് മടങ്ങുക എന്നാണ്. റമളാനിൻ്റെ അവസാന ദിനങ്ങളിൽ തൗബ ചെയ്ത് മടങ്ങിയവരായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അറിയാതെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ഞു പോയിട്ടുണ്ടാകാം. എന്നാലും തൗബയുടെ വാതിൽ അതൊരിക്കലും അടങ്ങിയിട്ടില്ല, ഒരിക്കലും തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എന്നും അവൻ്റെ കൈനീട്ടി അടിമകളെ സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ തൗബയുടെ വിഷയത്തിൽ ഒരിക്കലും പിറകിലാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, മഗ്ഫിറത്തിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ തൗബ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിരിക്കണം. ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല റബ്ബേ എന്നുള്ള മനസ്സിൽ ആഗ്രഹമുണ്ടാകണം, വിഷമമുണ്ടാകണം ചെയ്തു പോയ തിന്മയെക്കുറിച്ച്. ഇനിയൊരു ചാൻസ് കിട്ടുമ്പോൾ ഞാൻ ചെയ്യാം എന്നുള്ള മനസ്സോടുകൂടിയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന് അടുക്കാനുള്ള ഒരു ബുദ്ധിയുള്ള വിശ്വാസിക്ക് പല വ്യവസ്ഥകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടി പ്രപഞ്ചം എന്നുള്ളത്, സൃഷ്ടി പ്രതിഭാസം എന്നുള്ളത് വിശ്വാസിക്ക് അള്ളാഹുവുമായി അടുക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ്. അല്ലെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ മാറ്റവും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുറത്തിറങ്ങിയാൽ നിൽക്കാൻ കഴിയുന്നില്ല, പെട്ടെന്നൊരു തണലിലേക്ക് മാറി നിൽക്കുകയാണ് നമ്മൾ, ചൂടാണ് അല്ലെ, എന്തൊരു ചൂട് എന്ന് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂടും തണുപ്പും മാറി വരുന്നതിൽ വലിയ പാഠങ്ങളുണ്ട് സഹോദരന്മാരെ. സൂര്യൻ്റെ ക്രമീകരണങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ ദൂരത്താണ് സൂര്യൻ
നിലകൊള്ളുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരൽപ്പം അകലെയായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഉള്ള സ്ഥാനത്തിൽ നിന്ന് ഒരൽപ്പം അകലെയായിരുന്നുവെങ്കിൽ ഭൂമി മൊത്തം തണുത്ത് വരണ്ടു പോകുമായിരുന്നു എന്നാണ്. വാസയോഗ്യമല്ലാതെയായിത്തീരുമെന്നാണ്. ഇനി ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് ഒരൽപ്പം അടുത്തായി പോയാൽ ഭൂമി മുഴുവനും കത്തിച്ചാമ്പലാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അല്ലാഹു ആലം. ഏതായിരുന്നാലും അവിടെയൊക്കെ വിശ്വാസി എന്ന നിലക്ക്, ഒരു ബുദ്ധിയുള്ള വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനും എമ്പാടുമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലേ? ഋതുഭേദങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ കാലങ്ങൾ മാറി വരുന്നത് അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പഠിപ്പിച്ചത് ഇന്ന ഫീ ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദി ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ. ഭയഭക്തിയുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള, അതേപോലെ ഭയഭക്തിയുള്ള വിശ്വാസിക്ക് വലിയ ഗുണപാഠമാണ് രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലുമൊക്കെ വലിയ ദൃഷ്ടാന്തമാണ് ബുദ്ധിയുള്ള ആളുകൾക്ക്, തഖ്വയുള്ള ആളുകൾക്കുള്ളത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഠിനമായ ഈ ചൂട് കാണുമ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ ആ മഹത്തായ അധികാരം എത്ര വലുപ്പമുള്ളതാണത്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം ഉള്ളത്. അത് അള്ളാഹു പഠിപ്പിച്ചില്ല. സൂറത്ത് ഫാത്തിരിൽ അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു തന്നു. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. രാപ്പകലുകളെ അള്ളാഹു മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. വസഖറ ശംസ വൽ ഖമർ. സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു വിധേയപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ. കൃത്യമായ നിശ്ചിതമായ അള്ളാഹു നിശ്ചയിച്ച ഒരു അളവിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു മനുഷ്യൻ്റെ ബുദ്ധിയെ നയിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹു മനുഷ്യൻ്റെ ബുദ്ധിയെ കൊണ്ടുപോകുന്നത് ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്. ഇതാണ് നിങ്ങളുടെ റബ്ബ്, അവന് മാത്രമാണ് ഉടമസ്ഥാവകാശമുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാണ് വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. ആ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആര് തന്നെയാവട്ടെ, അത് നബിമാരാവട്ടെ, സ്വാലിഹീങ്ങളാവട്ടെ, ഔലിയാക്കളാകട്ടെ, അവരൊന്നും ഒരു ഖിത്മീർ പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. എന്താ ഖിത്മീർ എന്ന് പറഞ്ഞാൽ? ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴ കുരുവിൻ്റെ മുകളിലുള്ള ഒരു വെളുത്ത പാടയാണ് സഹോദരന്മാരെ. അത്രയും നിസ്സാരമായ ഒരു കാര്യം പോലും ആരും ഉടമപ്പെടുത്തുന്നില്ല എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് പറയാണ് ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅകും. നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, നിങ്ങളുടെ ഇസ്തിഗാസ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ. ഇനി നിങ്ങൾ വാദപ്രതിവാദം നടത്തി, ഖുർആൻ ദുർവ്യാഖ്യാനം നടത്തി, അവർ കേൾക്കും, മഹാന്മാർ വിളി കേൾക്കും. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാലും മസ്തജാബൂലക്കും. അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല എന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല. നമുക്ക് തൗഹീദ് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങളെ എടുത്തു പറഞ്ഞ് അള്ളാഹു തൗഹീദ് പഠിപ്പിക്കണം. എന്നിട്ട് വലിയൊരു തത്വം പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിന് ആശ്രിതന്മാരാണ്, അള്ളാഹുവിലേക്കുള്ള ആശ്രിതന്മാരാണ്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു ആകട്ടെ അവനാണ് സ്വയം പര്യാപ്തനും അവൻ സ്തുത്യർഹനുമാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ തൗഹീദ് നമ്മൾ ശരിപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കണം കേട്ടോ. ആർക്കും ഒരു അനക്കമുണ്ടാക്കാൻ അള്ളാഹു അല്ലാതെ ഒരാൾക്കും കഴിയില്ല എന്നാണ്. ഒരു ഉപദ്രവം ഉണ്ടാക്കാനോ ഒരു ഉപകാരം നൽകാനോ അല്ലാത്ത ഒരാൾക്കും ഇല്ല എന്നാണ്. ഒരു ഖിത്മീർ പോലും പ്രവാചകനോടാണ് പറയുന്നത്. ഇത് പ്രവാചകൻ പോലും ഉടമപ്പെടുത്തുന്നില്ല എങ്കിൽ അല്ലെ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ചില മനുഷ്യന്മാരാണ് എന്ന് ഇവിടെ വാദിക്കുന്നുണ്ട് മനുഷ്യന്മാർ. സഹോദരന്മാരെ, ഇവിടെയൊക്കെ എന്ത് പ്രയാസം, ചൂടാവട്ടെ തണുപ്പാവട്ടെ, എന്ത് പ്രയാസം വന്നാലും തൗഹീദ് ശരിപ്പെടുത്താനാണ് അള്ളാഹു മനുഷ്യരോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കാനാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തസുബ്ബു ദഹർ. നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. ചില ആളുകൾ എന്തൊരു ചൂടാണിത്, നശിച്ച ചൂട്, ദുഷിച്ച ചൂട്.
പണ്ടാരം പിടിച്ച ചൂട് എന്നൊക്കെ പറയും. അതൊന്നും പറയരുത്. അള്ളാഹു പറയുകയാണ് ഖുദ്സിയായ ഹദീസിൽ, ഫഇന്നമാ അന ദഹർ, ഞാനാണ് കാലം എന്ന് അള്ളാഹു പറയുകയാണ്. കാരണം അള്ളാഹുവാണ് ഈ കാലങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുന്നത്തിൽ വന്നത് അത് നമ്മൾ കൃത്യമായി പാലിക്കുകയും അത് കൃത്യമായി അതേപോലെ വിശ്വസിക്കുകയും ചെയ്യണം. അല്ല, സുന്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനോടൊരു വിമുഖത നമുക്ക് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ ചൂട് വരുമ്പോൾ പല കാരണങ്ങൾ, ഭൗതികമായ കാരണങ്ങൾ പറയാറുണ്ട്. എന്താ? ഒരുപാട് മരങ്ങൾ മുറിക്കുന്നത് കൊണ്ട്, താറിട്ട റോഡുകൾ അധികരിക്കുന്നത് കൊണ്ട്, വാഹനങ്ങൾ അതേപോലെ ഫാക്ടറികളും ഇൻഡസ്ട്രികളുമൊക്കെ അധികരിക്കുന്നത് കൊണ്ട് ചൂട് വർദ്ധിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് മാത്രമാണോ കാരണം? അതൊരു കാരണമായിരിക്കാം. എന്നാൽ വിശ്വാസി എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്തെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണ് എന്ന് നമ്മൾ സത്യപ്പെടുത്തണം, സത്യസന്ധമായി അത് വിശ്വസിക്കണം. അത് കേവലം ഭൗതികമായ ചില കാരണങ്ങൾക്ക് അല്ലേ ഇത്തരം ഒരു ചൂടിനെ നമ്മൾ പരിമിതപ്പെടുത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞു എന്നാണ്. ഒരു പരാതി പറഞ്ഞു, അക്കല ബഅ്ലി ബഅ്ലാ, പരസ്പരം ആളിക്കത്തി എൻ്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകയാണ് റബ്ബേ, അതുകൊണ്ട് ഒരു ആശ്വാസം തരണമെന്ന് നരകം അള്ളാഹുവിനോട് വേവലാതി പറഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ 2 തവണ ശ്വാസം വിടാൻ അനുവാദം നൽകിയെന്നാണ് നരകത്തിന്. അപ്പോൾ ആ ഒരു ശ്വാസമാണ് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ആ ചൂട് എന്നാണ്. അതേപോലെ ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തണുപ്പ് ആ നരകത്തിൻ്റെ ഒരു ശ്വാസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുക. അത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിയാൽ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ശത്രുക്കൾ വരെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയ്ക്ക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തതാണ്. പിന്നെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് സ്ഥിരപ്പെട്ടു വന്നാൽ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് നമുക്കുള്ളത്? അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം ചൂട് വരുമ്പോൾ നമ്മൾക്ക് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്ത എന്നുള്ളത് നരകത്തിൻ്റെ ചൂടിനെ കുറിച്ചാണ്, അല്ലേ? ഭൗതിക ലോകത്തെ ഈ ചൂട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ എത്രമാത്രം ഒരു വിശ്വാസി, അല്ലേ, നമുക്ക് പ്രയാസമുണ്ടാകാറുണ്ട്, ശരിയാണ്. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിനെ നരകത്തിലേക്കൊന്ന് സഞ്ചരിപ്പിക്കേണ്ടതുണ്ട്. ഈ ചൂട് നമുക്ക് താങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ നരകത്തിൻ്റെ ചൂടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈ തീ, ദുനിയാവിൽ നിങ്ങൾ കാണുന്ന ഈ തീ ഉണ്ടല്ലോ, നരകത്തിലെ തീയുടെ 70% മാത്രമാണ് എന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, അല്ല റസൂലേ, ഈ തീ തന്നെ ധാരാളമല്ലേ, ശിക്ഷിക്കാൻ ഈ ഇവിടുത്തെ തീ തന്നെ ധാരാളമല്ലേ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനേക്കാളും, ഇവിടുത്തെ ചൂടിനേക്കാളും 69 ഇരട്ടി ചൂട് അവിടെയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഭൗതികമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരു തണലിലേക്ക് നമ്മൾ മാറി നിൽക്കാറുണ്ട്, അതല്ലെങ്കിൽ ഫാന് ഫിറ്റ് ചെയ്യാറുണ്ട്, AC ഫിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നരകത്തിൽ നിന്ന് ഒരാശ്വാസം ലഭിക്കാൻ എന്താണുള്ളത്, അല്ലേ? ഒരു തുള്ളി വെള്ളം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ തിളച്ചു മറിയുന്ന ആമാശയും പൊട്ടി തകരാറാകുന്ന, തകർന്നു പോകുന്ന, അങ്ങനെയുള്ള ചുട്ടുപൊള്ളുന്ന തീയാണ് അവിടെ കുടിക്കാൻ ലഭിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നരകത്തെക്കുറിച്ചുള്ള ചിന്ത ഇത്തരം ചൂട് വരുമ്പോൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു വിശ്വാസിക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നുള്ളത് മഹ്ശറയിലെ ചൂടാണ്, അല്ലെ? വിചാരണ നാളിൽ ആ മഹ്ശറ വൻ മൈതാനത്തിൽ എല്ലാവരും നഗ്നരായി നിൽക്കുമ്പോൾ അവിടെയുള്ള ചൂടിനെ കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. സൂര്യൻ തൊട്ടടുത്ത് 1 മൈൽ ദൂരത്തിൽ നമ്മുടെ തലക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ 1 മൈൽ ദൂരത്തുള്ള ആ സൂര്യനെ എങ്ങനെയാണ് സഹോദരന്മാരെ നമ്മൾക്ക് താങ്ങാൻ സാധിക്കുക? അവിടെ നഗ്നരായിട്ട്, ചെരുപ്പില്ലാത്തവരായിട്ട് മനുഷ്യരെല്ലാവരും നിൽക്കും, അല്ലേ? നമ്മൾക്ക് ഇവിടെ ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മാറി നിൽക്കും, അല്ലെ? വെയിലേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തണലിലേക്കോ AC-യിലേക്കൊക്കെ മാറി നിൽക്കുകയാണ് നമ്മളാകെ അസ്വസ്ഥരാവുകയാണ്. ഡ്രസ്സ് അയച്ച്, ഫാൻ ഓണാക്കി, AC ഓണാക്കി, അങ്ങനെ പല
കാര്യങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. ആ ചൂടിൽ നിന്ന് നമ്മൾ രക്ഷ തേടുകയാണ്. എന്നാൽ സഹോദരന്മാരെ, ഇത്തരമൊരു ചൂട്, അവിടുത്തെ ചൂട് എന്നുള്ളത് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ? നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ ആകെ അസ്വസ്ഥരാകാറുണ്ട്, രാത്രി ഉറക്കം വരാറില്ല. എന്നാൽ അവിടുത്തെ ചൂട് ഓരോ ആളുകളുടെ പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ അവർ മുങ്ങുമെന്നാണ്. ചില ആളുകളുടെ നെരിയാണി വരെ, ചില ആളുകളുടെ മുട്ടുവരെ, ചില ആളുകളുടെ അരക്കെട്ടുവരെ, ചില ആളുകളുടെ മൂക്കുവരെ അവർ മുങ്ങി നിൽക്കുമെന്നാണ് പാപങ്ങൾ കൊണ്ട്. അവിടെ നമുക്ക് തോന്നുമ്പോൾ ഫാൻ ഓണാക്കാനും AC ഓണാക്കാനും ഒന്നും നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച ഒരു പരിഹാരം ഇവിടുന്ന് തന്നെ ചെയ്യാനുണ്ട് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടവരാണ്. അതിലൊന്ന് നീതിമാനായ ഭരണാധികാരിയാണ്. നമുക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തം അത് ഏത് തന്നെയാവട്ടെ, നമ്മളൊരു ഭർത്താവ് എന്ന നിലക്ക് നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട്, അവിടെ നീതി പാലിക്കുക. പിതാവെന്ന നിലക്ക്, അതേപോലെ ഒരു കമ്പനിയുടെ ചുമതലയുണ്ട് എങ്കിൽ, പള്ളിയുടെ ചുമതലയുണ്ട് എങ്കിൽ, സംഘടനയുടെ ചുമതലയുണ്ട് എങ്കിൽ, ഇനി ഒരു വാർഡിൻ്റെ ചുമതലയാണ്, പഞ്ചായത്തിൻ്റെ, ജില്ലയുടെ, ഒരു സ്റ്റേറ്റിൻ്റെ, അങ്ങനെ എന്ത് ചുമതലയാണോ നമുക്ക് ലഭിക്കുന്നത്, എന്ത് ഉത്തരവാദിത്തമാണോ നമുക്ക് ലഭിക്കുന്നത്, ഒരു ക്ലാസ് ലീഡറാണ്, അവിടെയൊക്കെ നീതിയോടുകൂടി വർത്തിക്കുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഒരാളാണ്. രണ്ടാമതായി പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ വളർന്നു വരുന്ന യുവാക്കൾ എന്നാണ്. ഒരു യുവാവ്, അള്ളാഹുവിൻ്റെ ഇബാദത്തിനാൽ വളർന്നു വരുന്ന ഒരു യുവാവ്. സഹോദരന്മാരെ, യൂത്ത് നടത്തുന്ന QHLS പരീക്ഷ അടുത്ത മാസം, മെയ് മാസം നടക്കാൻ പോവുകയാണ്. സൂറത്തുൽ ഹജ്ജാണ് പഠിക്കാനുള്ളത്. അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് നമ്മളൊക്കെ പഠിക്കണം. അവിടെ ഈ നിയ്യത്ത് നമ്മൾക്ക് ഉണ്ടാകണം. നമ്മൾ യുവാക്കളാണ് എങ്കിൽ എല്ലാ പ്രായക്കാർക്കും QHLS പരീക്ഷ എഴുതാം. നമ്മൾ പഠിച്ച് ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. എങ്കിൽ വലിയ ഇബാദത്താണത്. ഖുർആൻ പഠിക്കുന്ന മഹത്വം നമുക്ക് ലഭിക്കും. ആ വീട്ടിലൊരു സാഹചര്യം ഉണ്ടാക്കുന്നതിൻ്റെ ബറക്കത്ത് നമുക്ക് നമ്മുടെ വീടുകളിൽ ലഭിക്കും. അതിന് നമ്മൾ നേരത്തെ തന്നെ തയ്യാറെടുക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹജ്ജാണ് നമുക്ക് പഠിക്കാനുള്ളത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൃദയം പള്ളിയുമായി ബന്ധിക്കപ്പെട്ടവൻ, പള്ളി നിർമ്മിക്കാനും അതിൻ്റെ ചുമതലകളേൽക്കാനും പള്ളിയുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കുന്ന ആള്, ആ വ്യക്തിക്ക് ആരാരും തണലില്ലാത്ത സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകം തണൽ ലഭിക്കുന്ന, അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആ 7 വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അഞ്ചാമത് ഒരാളെ അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തി. സുന്ദരിയും കുലീനയുമായ ഒരു സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം നിരസിച്ച് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു യുവാവ്, ആ യുവാവിനും അർശിൻ്റെ തണലുണ്ട്. ആറാമത്തേത് ദാനം ചെയ്യുകയും ആ ദാനം പരമാവധി ആരും അറിയാതെ ഗോപ്യമാക്കുക എന്നുള്ളതാണ്. വലത് കൈ കൊടുത്തത് ഇടത് കൈ വരെ അറിയാത്ത രീതിയിൽ ഗോപ്യമാക്കിയെങ്കിൽ അവനും അർശിൻ്റെ തണലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏഴാമതൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, തനിച്ചിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അവൻ്റെ സ്വർഗത്തെയോർത്ത്, അവൻ്റെ നരകത്തെയോർത്ത്, മഹ്ശറയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്ത്, സിറാത്തിനെ കുറിച്ച് ഓർത്ത്, അങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് തനിച്ചിരുന്ന് ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ, അവനും അർശിൻ്റെ തണലുണ്ട് എന്നാണ്. സഹോദരന്മാരെ, ഈ ചൂടിൽ നമുക്ക് അത്തരം അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ അത്തരത്തിലുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആ മഹ്ശറയുടെയും നരകത്തിൻ്റെയും കൊടും ചൂടിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ചൂട് വരുമ്പോൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ട ചില ചിന്തകളാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ഈ ചൂട് തന്നെ നമുക്ക് താങ്ങാൻ സാധിക്കാത്തവരാണ് നമ്മൾ എങ്കിൽ നരകത്തിൻ്റെയും മഹ്ശറയുടെയും ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അവിടെ തണൽ ലഭിക്കാനുള്ള ഒരു ജീവിതം ക്രമീകരിക്കണമെന്നാണ്
സൂചിപ്പിച്ചു വന്നത്. ചൂടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഭൗതികമായ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത് സ്തുത്യർഹമായ കാര്യമാണ്. നമ്മൾ നന്നായി വെള്ളം കുടിക്കണം, അധികം വെയിലത്ത് നിൽക്കാൻ പാടില്ല. അതേപോലെ ആരോഗ്യവകുപ്പിൻ്റെ അത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുകയും പരസ്പരം ഉണർത്തുകയും വേണം. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ശരീരത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം, ശ്രദ്ധിക്കണം. മറ്റുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കുക, പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക, മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുക, അതൊക്കെ ഏറ്റവും നല്ല പുണ്യങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറയിൽ തണൽ ലഭിക്കാൻ ഒരു കാരണമായി പറഞ്ഞത് ദാനധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ദാനധർമ്മം ചെയ്താൽ ആ വിധി ആകുന്നത് വരേക്കും അയാൾക്ക് തണൽ ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ദാനധർമ്മം നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ ആരാധനകൾ. അല്ലെ, ചൂടാകുമ്പോൾ പുരുഷന്മാർക്ക് 5 വക്ത് നിർബന്ധമായും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമല്ലോ, ജമാഅത്ത് നിസ്കരിക്കണം. അപ്പോൾ അതിൽ നിന്നൊരിക്കലും നമ്മൾ പിന്മാറാൻ പാടില്ല. ചൂടിൻ്റെ കാരണം പറഞ്ഞ് പിന്മാറുകയാണ് എങ്കിൽ നമുക്ക് വലിയൊരു മാതൃക ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. സൂറത്തു തൗബയിൽ ആ കാര്യം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തൗബൂക്ക് യുദ്ധത്തിലേക്ക് സ്വഹാബികളെ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ മുനാഫിഖീങ്ങൾ അവർ പറഞ്ഞു, അവർ പരസ്പരം പറഞ്ഞു, അവർ പിന്തിരിയുകയും ചെയ്തു, പരസ്പരം പിന്തിരിപ്പിക്കുകയും ചെയ്തു. വഖാലു ലാ തൻഫിറു ഫിൽ ഹർ, ഈ ചൂടത്ത് എന്തിനാണ്, കൊടും ചൂടാണ്, എന്തിനാണ് നിങ്ങൾ ഇറങ്ങുന്നത് എന്ന് പരസ്പരം അവർ ഉപദേശിച്ചു എന്നാണ്. അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് പറയാൻ പറഞ്ഞു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, ജഹന്നമിൻ്റെ തീ എന്നുള്ളത് അത് കൊടും ചൂടാണ്. ലഅല്ലഹും ലൗ കാനൂ യഫ്ഖഹൂൻ, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അളവ് നൽകിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് AC ഇല്ലാത്ത സമയത്ത് കൊടും ചൂടുള്ള മരുഭൂമിയിലുള്ള ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദൂ ബിസ്സലാഹ്, നിങ്ങൾ ചൂട് അധികരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തെ നിങ്ങൾ തണുപ്പിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ ളുഹർ നിസ്കാരം നിങ്ങൾ ഒരല്പം വൈകിപ്പിച്ച് ആ തണുപ്പ് വന്നതിന് ശേഷം നിങ്ങൾ നിസ്കരിക്കുക എന്ന് അവർക്കൊരു ഇളവ് കൊടുത്തു എന്നാണ്. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ജമാഅത്തിന് അപ്പോഴും എന്തില്ല, ഒഴിവില്ല എന്നാണ്. ചൂടാണ് ചില ആളുകൾക്ക് പ്രശ്നം. ജമാഅത്തിന് വരുമ്പോൾ മാത്രം ചില ആളുകൾക്ക് ചൂട് പ്രശ്നമായിട്ട് വരാണ്. കച്ചവടത്തിന് പോകുമ്പോൾ ഇല്ലാത്ത പ്രശ്നം, വീട്ടിന് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ഇല്ലാത്ത പ്രശ്നം, ജോലിക്ക് പോകുമ്പോൾ ഇല്ലാത്തൊരു ചൂട് ജമാഅത്തിന് വരുമ്പോൾ ചില ആളുകൾക്ക് വരുന്നുണ്ട് എങ്കിൽ, മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചൂട് പ്രശ്നമായി വരുന്നുണ്ട് എങ്കിൽ, അടുത്ത ആഴ്ച ഈ പള്ളിയിൽ ഹൈസ്കൂൾ മുതൽ അങ്ങനെ മുകളിലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മറൈസ് മോറൽ സ്കൂൾ വരികയാണ് 3 ദിവസം. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരണം. അവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ, ദീന് പഠിക്കാൻ കൊണ്ടുവരുമ്പോൾ ചൂടാണല്ലോ, എന്തിനാണ് എന്ന് വിചാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാനിൻ്റെ ഒരു ദുർബലതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈമാൻ പരിശോധിക്കപ്പെടേണ്ടതാണ്. അല്ലേ, AC ഒക്കെ നല്ലതാണ്, AC വെക്കാൻ കഴിയുന്നവർ വെക്കണം, നല്ലതാണ്. അൽഹംദുലില്ലാഹ്, എന്തൊരു റാഹത്താണ്, അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണിത്. വീട്ടിൽ വെക്കാം. പക്ഷെ ആ AC ഇട്ടുകൊണ്ട് സുബഹിക്ക് ജമാഅത്തിന് വരാത്തൊരവസ്ഥയാണെങ്കിൽ നോക്കൂ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ മറന്നു കളയുകയാണ്. അങ്ങനെ ഒരിക്കലും ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ക്ഷമിക്കണം. ചിലപ്പോൾ ചൂടുകാലത്ത് നമുക്ക് ചൂട് ഏൽക്കേണ്ടി തന്നെ വരേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. അവിടെ അള്ളാഹുവിൻ്റെ ആ പ്രകൃതിയുടെ പ്രയാസങ്ങളെ പരാതി പറയാതെ ക്ഷമിക്കുകയാണ് വേണ്ടത്. അതേപോലെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ജാഗ്രത കൈകൊള്ളുക, നമ്മുടെ ശരീരം നമ്മൾ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി നമ്മൾ സ്വീകരിക്കുക, അത് അവസരമായി നമ്മൾ കാണുക. നമ്മുടെ തൗഹീദ് ശരിപ്പെടുത്തുക, തൗഹീദ് നമ്മൾ ഊട്ടിയുറപ്പിക്കുക. എന്ത് പ്രയാസം വന്നാലും ഇതെല്ലാം നൽകുന്നവൻ അള്ളാഹു ആണ് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം. ശിർക്കിൽ നിന്ന് നമ്മൾ പാടെ ഒഴിവായി നിൽക്കണം. സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ബിദ്അത്തുകൾ വേണ്ട.
എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്നതല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുത്തൻ ആചാരങ്ങളും പുത്തൻ വിശ്വാസങ്ങളും അത് നമുക്ക് വേണ്ട. കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. ആ കൊടും ചൂടുള്ള നരകത്തിലേക്കാണ് ഇത്തരം പുത്തൻ ആചാരങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ബിദ്അത്തുകൾ വേണ്ട, സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിക്കുക. കഴിവിൻ്റെ പരമാവധി സുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക. അതേപോലെ നരകത്തിൻ്റെ ചൂടിൽ നിന്ന് രക്ഷ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വ മീകായില വ റബ്ബ ഇസ്രാഫീൽ നഊദു ബിക മിൻ ഹർരിൻ നാർ. അല്ലാഹുവേ, ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും റബ്ബേ, നരകത്തിൻ്റെ ചൂടിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ അത്തരം പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ചൂടിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വലയം ചെയ്യുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫായിനെ, ആജിലായ താമായ ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ആശ്വാസവും ബറക്കത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم رب جبرائيل وميكائيل ورب إسرافيل نعوذ بك من حر النار، نعوذ بك من حر النار، نعوذ بك من حر النار، ونعوذ بك من عذاب القبر. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.